Hello. Welcome to Market Discussion of the Day. Today, December 16, 2024, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ അടുത്തൊരു ബാച്ച് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത വീക്കിലായിട്ട് ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് 2 വീക്കിലത്തെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കഴിഞ്ഞ ബാച്ച് കഴിഞ്ഞ മൺഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി 2 വീക്കാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. സോ ഇനി ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മൺഡേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫണ്ടമെൻ്റൽസ് നോക്കി പോവാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ടെക്നിക്കൽസ് നോക്കി പോവാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ദിവസം ഫണ്ടമെൻ്റൽസ് ഒന്നുമില്ല. ഓക്കെ, സോ പക്ഷേ നാളത്തെ ദിവസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് US നിന്ന് വരുന്നുണ്ട്. റീറ്റെയിൽ സെയിൽസ് ആണ് വരുന്നത്. ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്കും UK ടൈമിംഗ് 1.5 മണിക്കുമായിട്ടാണ് നാളത്തെ റീറ്റെയിൽ സെയിൽസ് വരുന്നത്. പക്ഷേ നാളെ സാധാരണ ഒരു റീറ്റെയിൽ സെയിൽസിൻ്റെ ദിവസം നമ്മൾ എന്തായാലും പറയുന്നത് എന്താണ്, എന്തായാലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള കാര്യം. പക്ഷേ നാളെ അത്ര വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം അതിൻ്റെ പിറ്റേന്ന് നമുക്ക് ബുധനാഴ്ച ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള നാളത്തെ ചെറിയ മൂവ്മെൻറ്റിനുള്ള റീസൺ. ഓക്കെ, പക്ഷെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും പ്രതീക്ഷിക്കുന്നത് നാളെ ഒരു ഭയങ്കര വലിയ റീറ്റെയിൽ സെയിൽസിന് ഭയങ്കര വലിയൊരു ഡയറക്ഷണൽ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവാതെ കുറച്ചും കൂടെ ഒരു ചെറിയൊരു മൂവ്മെൻ്റാണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് വെനസ്ഡേയിലത്തെ ന്യൂസും അതിൻ്റെ ടൈമിങ്ങും നാളത്തെ ന്യൂസും അതിൻ്റെ ടൈമിങ്ങും ഒക്കെ നമുക്ക് നാളെ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY നോക്കുകയാണെങ്കിൽ JPY 152 ഒക്കെ മുകളിൽ വെള്ളിയാഴ്ച തന്നെ സസ്റ്റെയിൻ ചെയ്തു, മുകളിലോട്ട് പോയി 154 വരെ പോയി. 153.96 ഒരു ഹയസ്റ്റ് ഇന്ന് പോയ ഒരു പോയിന്റ്. അതായത് ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്കാണ് ഓൾമോസ്റ്റ് ഈ ഒരു റേറ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ഉറപ്പായിട്ടും നമുക്ക് 7 മണിക്ക് ട്രേഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് 7:30 മണിക്കുള്ള ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ അവിടുന്ന് നല്ലൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നമുക്ക്. അത് എടുത്തിട്ടില്ലാത്ത ആൾക്കാർ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്നും കൂടെ 153.80 153.90 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് JPYയിലുള്ളൊരു കാര്യം. ഓക്കെ, 154.40 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ നമുക്കിനി 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിന് അത് താഴോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വീണ്ടും അവിടെ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ യൂറോയിലോട്ട് പോകുമ്പം യൂറോ നമുക്ക് 1.0522, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ക്ലോസിങ്ങും 1.05 മുകളിലായിട്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങും. ഓക്കെ, സോ ഇന്ന് വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങും 152 മുകളിലായിട്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എല്ലാ ക്യാൻഡിൽസും നമുക്ക് 1.0500 മുകളിലായിട്ടാണ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ താൽക്കാലികമായിട്ട് യൂറോയിൽ നിന്ന് ഈ ഒരാഴ്ച മാറി നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ടെക്നിക്കലി നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ എടുക്കാമെങ്കിലും ഇപ്പോൾ ഒരു ബൈയിങ് പോയിന്റ് തന്നെ ആണെങ്കിലും ഇപ്പോൾ തൽക്കാലത്തേക്ക് യൂറോയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ യൂറോപ്പിലുള്ള ഒരുപാട് അൺസർട്ടനിറ്റി കാരണമാണത് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഫ്രാൻസിലെ ഗവൺമെൻറ് മാറി പുതിയൊരു പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നു. അപ്പോൾ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജർമ്മനിയിൽ കുറേ അൺസർട്ടനിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ യൂറോൻ്റെ പ്രൈസ് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച യൂറോയിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരു ലോട്ടൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ ലോട്ട് 0.2 0.3 ലോട്ടൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഒരു ബെറ്റർ ബൈ പോയിന്റ് ആണ് എന്നുള്ള പേരിൽ മാത്രം. ഓക്കെ, സോ നമുക്ക് നേരെ ബൈ തന്നെയാണ്, സെല്ലിലോട്ട് പോവാതിരിക്കുന്നതാണ് യൂറോയിൽ നല്ലത്. GBP നമുക്ക് എല്ലാ ലോവർ പോയിന്റ്സ് നമുക്ക് ബൈ പോയിന്റ് ആണ്. എല്ലാ താഴ്ന്ന കിട്ടുന്ന പോയിന്റ്സ് നമുക്ക് ബൈ പോയിന്റ് ആണ്. എല്ലാം ഓരോ 100 പിപ്പിലും നമുക്ക് വാങ്ങാം എന്നുള്ളതാണ് GBPയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ യൂറോ അപ്പം ഇന്ന് നമുക്ക് ഇന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലോസ് ചെയ്തതും ഓൾമോസ്റ്റ് 1.2600 മുകളിലായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഇന്ന് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ 1.2455 ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. ഓക്കെ, സോ ഇനിയും നിങ്ങൾക്ക് എന്താ പറയുക 1.2600 1.2610 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 40 പിപ്സ് 1.2560 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ പറയുന്നത് 1.2500 അടുത്ത് വെച്ച് നമുക്ക് GBP ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ബമ്പർ ലോട്ടറിയാണ്. ഒരു ലോങ്ങർ ടേമിലോട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 1300 പിപ്പോളം ഓൾമോസ്റ്റ് ഒരു അടുത്ത വർഷം എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ഡിസംബറിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3800 ഒക്കെയാണ്. ഓക്കെ, 1300 പിപ്പോളം എന്താ പറയുക ലോങ്ങർ ടേമിലോട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര നല്ലൊരു ഒരു ബൈയിങ് പോയിന്റ് ആണ് 1.2500. അതുകൊണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നിങ്ങൾ ചെറിയ ചെറിയ ലോട്ടുകളായിട്ട് 1.2600 0.3 ലോട്ട് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, 1.2500 താഴെ അവിടെ കിട്ടുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ ലോട്ടും 0.7 ലോട്ടും നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അതായത് പെയ്യെ നമ്മൾ ചെറിയ ചെറിയ ലോട്ടുകൾ എടുത്ത് നിങ്ങളുടെ, ഇത് ഞാൻ പറയുന്നത് വെറുതെ എന്താ പറയുക വെറുതെ കണ്ണും പൂട്ടി എടുക്കണം എന്നുള്ളതല്ല. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ വെറും ഒരു ബൈയിങ് പോയിന്റ് മാത്രമാണ് പറയുന്നത്. 1.2600 അടുത്ത് വെച്ച് വാങ്ങാം, 1.2500 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വാങ്ങാം എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് GBPയിലുള്ള ഒരു ലോങ്ങർ ടേമിൽ നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഇല്ലെങ്കിൽ 1.2800 അടുത്ത് വെച്ച് ഉറപ്പായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. കാരണം അവിടെ 1.2800 മുകളിലായിട്ട് ഭയങ്കര നല്ലൊരു ബൈയിങ് പോയിന്റ് ആണ്. ഓക്കെ, സോ അവിടുന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു 400 പിപ്സോളം ഒരു 1 മന്തിൽ തന്നെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് GBPയിലുള്ള കാര്യം. GBP ബൈ മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഒരിക്കലും ഞാൻ സെല്ല് സജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെ നമുക്കൊരു ഭയങ്കരമായൊരു ലോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തത് 2648 റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. ഇന്ന് ഏറ്റവും ലോവർ പോയിന്റ് വരെ പോയത്, ഷാഡോ പോയത് 2643 പക്ഷെ ഒരു ബോഡി പോലും 2645 താഴെ കടന്നിട്ടില്ല. അപ്പം നമുക്ക് 2645 എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2680 പോയപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ 2645 വരെ ഒരു മൈനർ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 2645 വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. 2630 ഒരു ബെറ്റർ ബൈ പോയിന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് 2645 കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.2 ലോട്ട് അവിടെ വെച്ച് ബൈ ചെയ്തിട്ട് 2630 വീണ് കിട്ടിയാൽ ബാക്കി ലോട്ട് കൂടെ എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു മാർക്കറ്റ് ടൈമിങ്ങിൽ, ഓക്കെ, ഇല്ല നമുക്ക് 2645 പോയിട്ട് മുകളിലോട്ട് താഴോട്ട് പോയില്ലെങ്കിൽ നമുക്ക് 2645 0.2 ലോട്ട് ഇട്ടത് 2660 മുകളിലായിട്ട് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ടൈമിങ്ങിൽ ഓപ്പൺ ആയാൽ, ഒരു പുതിയ ക്യാൻഡിൽ 1 അവർ ക്യാൻഡിൽ ഓപ്പൺ ആയാൽ നമുക്ക് 2660 മുകളിലായിട്ട് 0.3 ലോട്ട് നമുക്ക് പിന്നെയും വാങ്ങാം. ഓക്കെ, എന്നിട്ട് 2680 മുകളിലായിട്ട് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിന് വന്നു കഴിഞ്ഞാൽ ബാക്കി 0.5 ലോട്ട് നമുക്ക് വാങ്ങാം എന്നുള്ളതാണ്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2730 ക്രോസ് ചെയ്ത് 2780 വരെ ഈ വീക്കിൽ തന്നെ എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഫണ്ടമെൻ്റൽസ് ഒരുപാടുള്ള ഒരാഴ്ചയാണ്. അതിൻ്റെ കൂടെ തന്നെ വാറിൻ്റെ സിറ്റുവേഷൻസ് ഒന്നും എവിടെയും എത്തിയിട്ടില്ല. ഒരു സീസ് ഫയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും എന്താ പറയുക വാർ അതേപോലെ തന്നെ നടക്കുന്നു ഉള്ളതാണ് അല്ലേ. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാർ, അല്ലെങ്കിൽ എന്താ പറയുക ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വാർ. അപ്പോൾ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നത് കൊണ്ടിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ആണ് കൂടുതൽ. എന്നും പറഞ്ഞ് ഇവിടെ വെച്ച് വാങ്ങാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത 9 മണിക്ക് UK ടൈമിംഗ് 9 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് 2660 മുകളിലായിട്ടാണ് മാർക്കറ്റ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബൈ ചെയ്യാം. പക്ഷേ എല്ലാവരും ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്നതിലൊക്കെ ഒരു 0.2 ലോട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ന് തന്നെ ഇറങ്ങാനുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ 2660 ഇപ്പോൾ അടുത്തൊരു മാർക്കറ്റ് ഓപ്പണിങ്ങിലും 2660 മുകളിൽ കയറി കഴിഞ്ഞാൽ 2652 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്.
ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത്. യൂറോയിൽ തൽക്കാലം ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. എന്ത് ഒരു ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്യരുത്. കാരണം ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, അല്ലേ? സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനുള്ളത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷന് വേണ്ടി നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.